അങ്ങനെ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലും പോണ്ടിച്ചേരിയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്നുണ്ടാകും, അല്ലെങ്കിൽ ഇത്ര അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് നടക്കും എന്നാരും വിചാരിച്ചില്ല. മീനമാസം 1-ാം തീയതി വൈകുന്നേരം 5 മണിയുടെ ശുഭമുഹൂർത്തത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ CPIയുടെയും അതിൻ്റെ പുറകെ CPMൻ്റെയും സ്ഥാനാർത്ഥി പട്ടികകളും പുറത്തു. ഈ പട്ടികകൾ രണ്ടും നേരത്തെ തന്നെ ബഹുജന മധ്യത്തിൽ പ്രചുര പ്രചാരം നേടിയവയാണെങ്കിലും അതത് പാർട്ടികളുടെ സെക്രട്ടറിമാർ ഇന്നലെ മാത്രമാണ് അത് പ്രഖ്യാപിച്ചത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ആളും ആരവവുമായി. BJPയുടെ പട്ടിക അടുപ്പത്ത് ഇരുന്ന് തിളക്കുന്നതേ ഉള്ളൂ. കോൺഗ്രസിൻ്റേത് തട്ടിയും മൂട്ടിയും തമ്മിൽ തല്ലിയും തലകീറിയും അങ്ങനെ അടിവച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിംഗ് MLAമാരെല്ലാവർക്കും സീറ്റുണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചിലരെ തട്ടിക്കളയാനുള്ള ശ്രമം ഒരു ഭാഗത്തു കൂടി നടക്കും. സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കും. കണ്ടം ചെയ്ത KSRTC ബസ് സ്കൂൾ ബസ്സായിട്ട് ഉപയോഗിക്കുന്ന പോലെ ചില ഗവർണറായി പോകാൻ പ്രായമായ നേതാക്കന്മാരടക്കം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ തക്കം പാർത്തിരിക്കുകയാണ്. പിന്നെ MP മാരായ ചിലർക്ക് MLAമാരാകണം, MLAമാർക്ക് MP മാരാകണം, ചിലർക്ക് പഞ്ചായത്ത് മെമ്പർമാരാകണം. അങ്ങനെയുള്ള തമാശകൾ വേറെ നടക്കും. കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റ് പ്രതീക്ഷിച്ച് CPIയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന CC മുകുന്ദൻ നിക്കക്കളിയില്ലാതെ BJPയുടെ കൂടാരത്തിലേക്ക് കയറി പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ അടൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ബാബു ദിവാകരൻ എന്നൊരു വിദ്വാൻ, അദ്ദേഹം അടൂർ സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചിരുന്നതാണ്. അത് കിട്ടാതെ വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് 2020യുടെ കൂടാരത്തിൽ ചെന്ന് കയറുന്നതും കുന്നത്തുനാട് മണ്ഡലത്തിൽ മാങ്ങ അടയാളത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ കൗതുകകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ശ്യാമള ടീച്ചറെ പോലെയുള്ള ആളുകൾ ബന്ധുബലത്തിൻ്റെ പേരിൽ സ്ഥാനാർത്ഥികളായിട്ട് വന്നു. പിന്നെ പാലക്കാട്ട് CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു വ്യവസായി വരും. പിന്നെ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു സീരിയൽ നടൻ എന്ന് പറയാവുന്ന രമേശ് പിഷാരടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് ഗോതയിൽ അംഗം കുറിക്കുന്നു. ഇങ്ങനെ നിരവധി അനവധി കൗതുകകരമായ കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 9-ാം തീയതി, അതായത് മീനമാസം 26-ാം തീയതിയാണ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് അന്ന് നടക്കും. വോട്ട് എണ്ണുന്ന ദിവസം എന്ന് പറഞ്ഞാൽ മെയ് 4-ാം തീയതി. കുറേ അധികം ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഈ റിസൾട്ട് വരാനായിട്ട്. അത് സാരമില്ല, കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ആ റിസൾട്ട് വരണവരെ ആളുകൾ ഇത് കൂട്ടുകയും കിഴിക്കുകയും ആര് ജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് പന്തയം വയ്ക്കും. പിന്നെ പന്തയം തോൽക്കുമ്പോൾ മീശ പഠിക്കുകയും തലമുണ്ടനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളും കാണുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് നന്നായി. കാരണം സ്ഥാനാർത്ഥികൾക്ക് പണം അത് അത്ര കണ്ട് കുറച്ച് ചിലവഴിച്ചാൽ മതി. നേരെ മറിച്ച് അവസാന ഘട്ടത്തിലാണെങ്കിൽ ഇവരൊക്കെ തെണ്ടി കുത്തുവാള എടുത്തു പോകും. കാരണം പൈസ ചിലവാക്കി ഈ കുന്നായാലും കുഴിച്ചാൽ കുഴിയും എന്ന് പറയില്ലേ, എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. ദരിദ്രരായ സ്ഥാനാർത്ഥികളാണെങ്കിൽ മിക്കവാറും വിഷം വാങ്ങിച്ച് കഴിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. അതിന് പുറമെ തെരഞ്ഞെടുപ്പ് തോക്കുക കൂടി ചെയ്താൽ സംഗതി വളരെ ജോറാവും. അപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് വലിയൊരു കാരുണ്യമാണ്, അല്ലെങ്കിൽ വലിയൊരു മഹാമനസ്കതയാണ് കാണിച്ചിട്ടുള്ളത്. കാരണം പൈസ അധികം ചിലവാകില്ല. എത്ര ദിവസം നേരത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അത്രയും പണം കുറച്ചേ ചിലവഴിക്കേണ്ടി വരുള്ളൂ. പിന്നെ ഈ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം, പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാധ്യമങ്ങളെ സംബന്ധിച്ച് പൊതുവിലും ഈ ആര് ജയിക്കും ആര് തോൽക്കും എന്ന കാര്യത്തെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം കിട്ടും. പിന്നെ ഏറ്റവും വലിയ ചോദ്യമൊന്നുമല്ല മെയ് 4-ന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. മെയ് 4-ൻ്റെ ഈ പ്രാദേശികമായിട്ട് എറണാകുളത്തുകാരായ ഞങ്ങൾക്കുള്ളൊരു സവിശേഷത എന്താ വെച്ചാൽ, എടപ്പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പള്ളിയിലെ പെരുന്നാളാണ്. ഈ സഹദ എന്ന് പറഞ്ഞ ആൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹത്തിന് വലിയ ജനപിന്തുണയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ നാട്ടുമ്പുറത്ത് പാമ്പിൻ്റെ ശല്യം കൂടുതലായിരുന്നു. പാമ്പിനെ ഓടിക്കാനായിട്ട് ആളുകൾ എടപ്പള്ളി പുണ്യാളനാണ് മെഴുതിരി കത്തിക്കുന്നത്. അതുപോലെ കോഴിയെ നേർച്ചയെടുത്തു. അത് ജാതി മത ഭേദമന്യേ ആളുകൾ ചെയ്തു. എൻ്റെ അമ്മയൊക്കെ പുണ്യാളുടെ വലിയൊരു ഭക്തയായിരുന്നു. എപ്പോൾ എടപ്പള്ളി വഴി പോകുമ്പോഴും ആ പുണ്യാളുടെ നേർക്കോക്കി അമ്മ ഇങ്ങനെ കൈ കൂപ്പുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത്ര വലിയ ഭക്തയായിരുന്നു. കാരണം പുണ്യാളിന് അതിന് ഭാഗത്തിൽ ജനപ്രീതിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അതുകൊണ്ടുകൂടിയാണ് പുള്ളിക്ക് കോഴി നേർച്ച കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇപ്പോൾ കോഴിയുടെ നേർച്ച പഴയ പോലെ ഇല്ല. അല്ല ഉണ്ടെങ്കിൽ തന്നെ പൊതുജനങ്ങൾക്ക് ശല്യമായിട്ട് ആളുകൾ KSRTC ബസ്സിലൊന്നും ആരും കോഴിയെ കൊണ്ടുപോകുന്നതായിട്ട് കാണാനില്ല. നേരെ മറിച്ച് പള്ളിയാണെങ്കിൽ വിപുലീകൃതമായി. കാരണം വെച്ചാൽ ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഒന്നാണ് എടപ്പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ദേവാലയം.
അവിടെ ഇപ്പോഴും നേർച്ച കാഴ്ചകൾക്ക് യാതൊരു കുറവുമില്ല. സമ്പൽ സമൃദ്ധി ഇപ്പോഴും ഓളം വിട്ടു. പിന്നെ ഈ ആർച്ച് ബിഷപ്പിൻ്റെ ഗ്രൂപ്പും എതിർ ഗ്രൂപ്പും തമ്മിലുള്ള ഈ പോരാട്ടത്തിൻ്റെ ഏറ്റുമുട്ടലിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദി കൂടിയാണ് ഇടപ്പള്ളി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പള്ളി. അവിടെ ഈ പുണ്യാളൻ ഒരു ഡ്രാഗണെ അദ്ദേഹത്തിൻ്റെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്ന ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഇതാണ്, ഈ മെയ് 4-ാം തീയതി വിശുദ്ധ ഗീവർഗീസ് സഹദ അദ്ദേഹത്തിൻ്റെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാൻ പോകുന്നത് ഏത് ഡ്രാഗണയാണ്? എൻ്റെ വിനീതമായ ഉത്തരം, ഈ ഇടതുപക്ഷ ഭരണം ജനങ്ങൾ മടുത്ത് വെറുത്ത് ബോറടിച്ച് ഇതെങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നൊരു ഒറ്റ ആഗ്രഹത്തിൽ ഒരു പ്രതീക്ഷയിൽ കഴിയുന്ന സമയമാണ്. അപ്പോൾ പുണ്യാളൻ വധിക്കാൻ പോകുന്നത് പിണറായി വിജയനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുള്ളി വനവാസത്തിൽ വിടുകയോ അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാനാണ് സാധ്യത. ഏതായാലും ഇടപ്പള്ളി പുണ്യാളൻ്റെ ആ കരുണാ കടാക്ഷത്തിന് കേരളത്തിലെ ജനങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.